ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അയില പൊള്ളിച്ചതാണ്. നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനതിന് വേണ്ടി അയില നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനായി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനാഗിരി. നന്നായി മിക്സ് ചെയ്ത് നമുക്കത് മീനിലൊക്കെ ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊരു പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അയില വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഒന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായി വറ്റിച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിൽ മീനിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പീസ് വാഴയിലെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അത് ഗ്യാസും വെച്ച് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലൊരു തക്കാളി വെച്ച് ശേഷം നമുക്ക് ഈ ഫില്ല് ചെയ്യാം. ഈ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് അതുമല്ല മീൻ വെച്ച് കൊടുക്കാം. അതിൽ വെച്ച് കൊടുത്തിട്ട് മുകളിലൊന്നും കൂടി മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡും വാഴയില വെച്ച് മടക്കി 2 സൈഡൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
എന്നിട്ട് പാൻ വെച്ച് ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ പൊതിഞ്ഞ് വെച്ച മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം 2 സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.